ഗായ്സ്, ഇന്ന് ഞങ്ങൾ ലൂയിനെയും കൊണ്ട് ദുബായ് മോൾ, ബുർജ് ഖലീഫ എന്നൊക്കെ കാണാൻ പോയതാണ്. ലൂയിയുടെ ഫസ്റ്റ് വിസിറ്റാണ് ബുർജ് ഖലീഫ ദുബായ് മോൾ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് കടക്കാം. ലൂയി നല്ല ഹാപ്പി ആയിരുന്നു. വണ്ടിയിൽ നിന്നൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഫുൾ ടൈം അവൻ്റെ അപ്പൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റോറി എടുക്കാൻ മറന്നുപോയി ഗായ്സ്. പിന്നെ ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ ലൂയി എൻ്റെ അടുത്ത് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ദുബായ് മോൾ കണ്ടു. അതിൽ നിന്ന് ഞങ്ങൾ ബുർജ് ഖലീഫ, പപ്പയും മമ്മ ആദ്യമായിട്ട് വന്നിട്ട് അവർക്ക് ബുർജ് ഖലീഫ കാണിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ബുർജ് ഖലീഫ കാണും. പിന്നെ ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, മറ്റേ ഫൗണ്ടൈനിൻ്റെ ഡാൻസ് കാണാനായിട്ട് പറ്റി. ലൂയിനെ കൊണ്ട് ഞാൻ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനും ലൂയിയും കൂടെ അകത്ത് കയറി നിന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുള്ളായിട്ടത് കാണാൻ പറ്റില്ല. ഞാനും ഈ ഫൗണ്ടൈൻ ഡാൻസ് ആദ്യമായിട്ട് കാണുന്നത്. ബുർജ് ഖലീഫയുടെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് വലിയ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ബുർജ് ഖലീഫ കാണാനായിട്ടൊന്നും. മനസ്സിലായി, വലിയ ഇഷ്ടമൊന്നുമില്ല കാണാൻ, എങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാനും ലൂയിയും കൂടെ അകത്ത് കയറിയിരുന്നു. അപ്പോൾ ലൂയിന് ഒരു അറബി വന്നിട്ട് ഹായ് ക്യൂട്ട് ബോയ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ നൈറ്റ് ലൈറ്റും സെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ മമ്മിക്കും പപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മമ്മിയൊക്കെ അന്താളിച്ച് നോക്കുമായിരുന്നു. എൻ്റെ പൊന്നെ, ഇത് എന്ത് വലിയക്കാട്ട ബിൽഡിംഗ് ആണെന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ മമ്മി പപ്പയും കൂടെ അതൊക്കെ ഒന്ന് കണ്ടു. ലൂയിയുടെ കുറേ ഫോട്ടോസ് എടുത്തു. വെച്ചാൽ അവനാദ്യമായിട്ട്, അവനതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അവനാദ്യമായിട്ട് ബുർജ് ഖലീഫയുടെ അവിടെ ആയിരുന്നു, ദുബായ് മോൾ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സൈറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുള്ളി ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ദുബായ് മോളിൻ്റെ ഉള്ളിൽ കയറി ഏറ്റവും കൂടുതൽ വണ്ടറൊരു സംഭവം എന്താണെന്നറിയാമോ, ഈ കുഞ്ഞ് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ പപ്പമ്മയൊക്കെ എൻ്റെ പൊന്നെ ഇവർക്കൊന്നും തുണിയില്ലേ എന്നുള്ള രീതിയിലുള്ള ഇതായിരുന്നു. പിന്നെ വെച്ചാൽ അവരങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര. പിന്നെ എൻ്റെ പൊന്നു മോളിത് എന്ത് വലിയക്കാട്ടം മോളെ എന്നാണ് മമ്മീനോട് പറഞ്ഞത്. ലൂയി അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പൂച്ചുറക്കുറങ്ങി. അവൻ ഇടയ്ക്കുറങ്ങും, ഇടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് പക്ഷെ കരഞ്ഞൊന്നുമില്ല പുള്ളി. പിന്നെ എത്ര കരച്ചിലാണെങ്കിലും ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ പുള്ളി തിരിച്ചിരിച്ചോളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അന്ന് എനിക്ക് ലൂയിനെ ഭയങ്കര ഇഷ്ടമാണ് ലൂയി. അപ്പോൾ അതെ. പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ സെഷനായിരുന്നു. പിന്നെ ഒബി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇച്ഛനെ അങ്ങനെ ബോറടിക്കേണ്ടി വന്നില്ല. പിന്നെ ഇച്ഛനെ ഓരോന്നും കാര്യമൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അടിപൊളിയായിരുന്നു. ഇവർ കരയുന്ന. പിന്നെ എന്നാ സൂപ്പറായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു, നൈസായിരുന്നു. സോഞ്ചേച്ചിനെ മനോട്ടനൊക്കെ മിസ് ചെയ്തു. പിന്നെ വെച്ചാൽ അവരുടെ കൂടെ പോകുമ്പം രസമാണ്. ലൂയിയുടെ തല ശരിയാക്കി കൊടുക്കുവാണ് മമ്മി, മൂക്കിങ്ങനെ ഇതായി പോകാതിരിക്കാനായിട്ടേ. ശ്വാസം ഉറങ്ങിപ്പോയല്ലോ. അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. ദുബായ് മോളിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റ് സെറ്റിൽ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വിചാരിച്ചിട്ട് പോയത്, പക്ഷെ ഇത് പറ്റിയില്ല. നോ, ഡോണ്ട് ക്രൈ. പിന്നെ എന്താ പറയുക, പിന്നെ ദുബായ് മോളിൻ്റെ ഉള്ളിലുള്ള മിക്ക കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നീന്താൻ മോളിൽ നിൽക്കണതും, പിന്നെ എന്താ പറയുക അക്വേറിയം ഒക്കെ കണ്ട് സൂപ്പറായിട്ട് പോന്നു. സൂപ്പർ ഗൈസ്. ലൂയി സമ്മതിക്കത്തില്ല. അപ്പോൾ അടുത്ത തവണ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനും എൻ്റെ ലൂയിക്കുട്ടനും വരുന്നതായിരിക്കും. ഓക്കെ, പോട്ടെ. ടാറ്റാ, ബൈ ബൈ ഫ്രം എവറേക്സ് മോംസ് വേൾഡ്.
പൊന്നാ അമൃത് പൊന്ന